വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇക്കായ് ഏക് ജി ബറിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആയ ബഹുത് ദിനോं के बाद എന്ന കവിതയാണ്. ബഹുത് ദിനോं के बाद എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം, കുറേ കാലങ്ങൾക്ക് ശേഷം എന്നാണ്. അപ്പോൾ ഈ കവിതയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. നിങ്ങൾ ജനിച്ചു വളർന്ന, നിങ്ങൾക്ക് ഏറ്റവും ജീവന് തുല്യം പ്രിയപ്പെട്ട മനോഹരമായ ഒരു ഗ്രാമം. പക്ഷെ പഠനത്തിനോ ജോലിക്കോ ഒക്കെ വേണ്ടി കുറേ വർഷങ്ങൾ നിങ്ങൾ ആ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വേറെ എവിടെയെങ്കിലും വലിയ നഗരത്തിലോ എവിടെയെങ്കിലും താമസിക്കുകയാണ്. അപ്പൊ ഈ നഗരത്തിലെ തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഒക്കെ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരികെ വരികയാണെന്ന് വിചാരിക്കുക. അവിടെ എത്തുമ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അങ്ങനെ ഒരു അനുഭവമാണ് ഇവിടെ നാഗാർജുൻ എന്ന കവി ഒരു കവിതയായിട്ട് കുറിച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം തന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തുന്ന കവി തന്റെ ഗ്രാമത്തിനെ വർണ്ണിക്കുകയാണ്, ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. നമുക്ക് ഈ കവിതയൊന്ന് വായിച്ചു നോക്കാം. बहुत दिनों के बाद अब के मैंने जी भर देखी पकी सुनहली फसलों की मुस्कान. बहुत दिनों के बाद എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം. अब के मैंने जी भर देखी, जी भर എന്ന് പറഞ്ഞാൽ മനസ്സ് നിറയെ, देखी കണ്ടു, പക്കി സുൻഹലി, പക്കി എന്ന് പറഞ്ഞാൽ വിളഞ്ഞ് പാകമായ, സുൻഹലി സ്വർണ്ണ നിറമുള്ള, ഫസലോം വിളവ്, കി മുസ്കാൻ അതിന്റെ പുഞ്ചിരി, ആ വിളവിന്റെ അല്ലെങ്കിൽ ആ വിളകളുടെ പുഞ്ചിരി കണ്ടു. ഈ ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫസലോം കി മുസ്കാൻ സെ ക്യാ താത്പര്യ ഹെ? എന്താണ് വിളകളുടെ പുഞ്ചിരി? വിളകൾ അവിടെ ശരിക്കും നിന്ന് ചിരിക്കുകയാണോ? അല്ല അല്ലെ, അതൊരു കാവ്യാത്മകമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഭംഗിയുള്ള വിളവുകളെ കാണിച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റാൻസയില് बहुत दिनों के बाद अब की मैं जी भर सुन पाया दान कूड़ती किशोरियों की कोगिल कंडी तान. बहुत दिनों के बाद കുറേ ദിവസങ്ങൾക്ക് ശേഷം अब की मैं जी भर सुन पाया, നേരത്തെ जी भर देखी, ഇപ്പൊ जी भर सुन पाया മനസ്സ് നിറഞ്ഞു കേട്ടു, ധാൻ കൂടത്തി നെല്ല് കുത്തുന്ന, നെല്ലിനെ അരിയാക്കി മാറ്റാൻ വേണ്ടി നെല്ല് കുത്തുമായിരുന്നു. അപ്പൊ അത് ചെയ്യുന്ന കിഷോരിയോങ്കി പെൺകുട്ടികളുടെ, കോകിൽ കണ്ടി കുയിൽനാദം എന്നൊക്കെ പറയില്ലേ, അതാണ് കോകിൽ കണ്ടി താൻ അവരുടെ ഗാനാലാപം, അവരുടെ പാട്ട്. बहुत दिनों के बाद अब की मैंने जी भर सूंगे मौल सिरी के ढेर ढेर से ताजे टड़के फूल. കുറേ നാളുകൾക്ക് ശേഷം ആ സ്മെല്ല് ആസ്വദിക്കുകയാണ്, മണക്കുക എന്ന് പറയില്ലേ, ആ ഒരു മണം ആസ്വദിക്കുകയാണ്, എനിക്ക് മണക്കാൻ പറ്റി. മൗൽസിരിക്ക്, മൗൽസിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു മരമാണ്, ഇലഞ്ഞി പൂവൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു മരത്തിന്റെ ഢേർ ഢേർ സെ താസെ ടടുക്കെ ഫൂൽ, അതിന്റെ പൂക്കളുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുടെ സുഗന്ധം എനിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി, മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റി. ഇനി അടുത്ത സ്റ്റാൻസ बहुत दिनों के बाद കുറേ നാളുകൾക്ക് ശേഷം अब की मैं जी भर छू पाया തൊടാൻ പറ്റി, अपनी गावई पगड़ी की चंदन वर्ण धूल. എന്റെ ഗ്രാമത്തിലെ അപ്നി ഗാവയി പഗടിക്ക്, നമ്മൾ ഇടവഴിയിലെ നടപ്പാതയിലെ എന്നൊക്കെ പറയില്ലേ, ചന്ദൻ വർണ്ണ ചന്ദനവർണ്ണമുള്ള ധൂൽ പൊടി. बहुत दिनों के बाद अब की मैं जी भर താൽ മഖാന ഖായ. താൽ മഖാന, മഖാന എന്ന് പറഞ്ഞാൽ എന്താ, താമരയുടെ ഒക്കെ ആ ഒരു വിത്ത് കൊണ്ടുള്ള ഒരു ഭക്ഷണം അല്ലെ, ആ മഖാന ഖായ കഴിച്ചു. അതുപോലെ ഗന്നെ ചൂസെ ജീബർ, ഗന്നെ എന്ന് പറഞ്ഞാൽ കരിമ്പ്, വലിയ കരിമ്പിന്റെ കൊമ്പ് ഇങ്ങനെ ചവച്ച് കടിക്കില്ലേ, അതിനാണ് ഖന്നെ ചൂസെ എന്ന് പറയുന്നത്. അപ്പൊ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് നാട്ടിലുള്ള താൽ മഖാന കഴിക്കാൻ പറ്റി, കരിമ്പ്
ചവച്ച് അതിന്റെ നീര് കുടിക്കാൻ പറ്റി. बहुत दिनों के बाद अब की मैंने जी भर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भूपर. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറ്റിയത്. എന്തൊക്കെ കാര്യങ്ങളാണ്? ഗന്ധ് അതിന്റെ മണം, രൂപ് അതിന്റെ രൂപം, രസ് അതിന്റെ രുചി, ശബ്ദ് അതിന്റെ ശബ്ദം, സ്പർശ് സ്പർശിക്കാൻ പറ്റി, സബ് സാത് സാത് എല്ലാം ഒരുമിച്ച് ഇസ് ഭൂപർ ഈ ഒരു ഭൂമിയിലെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഗ്രാമത്തിലെ. അപ്പൊ കവിതയുടെ വരികളിൽ എന്തൊക്കെയാണ് പറയുന്നത്? അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ആ ഗ്രാമത്തിനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ആസ്വദിക്കുന്നത് ഒരു രീതിയിൽ മാത്രമല്ല, ഞാൻ എൻ്റെ നാടിനെ ഇങ്ങനെ കണ്ടു എന്ന് മാത്രമല്ല പറയുന്നത്. കണ്ടു, അതുപോലെ കേട്ടു, അതുപോലെ തൊട്ടറിഞ്ഞു, അതുപോലെ അവിടുത്തെ ഭക്ഷണം രുചിച്ച് കഴിച്ചു, അവിടുത്തെ ആ ഒരു സ്മെല്ല് ആസ്വദിച്ചു. അങ്ങനെ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഴുവനായിട്ടും എനിക്ക് ഗ്രാമത്തിനെ ഇപ്പോഴാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ആസ്വദിക്കാൻ പറ്റിയത് എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. നിങ്ങൾ ഓരോ വരികളായിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ഇതുവരെ വായിച്ച പോർഷനിലെ വാക്കുകളുടെ അർത്ഥമൊന്ന് നോക്കാം. बहुत दिनों के बाद വളരെ ദിവസങ്ങൾക്ക് ശേഷം, അബ് കി ഇത്തവണ, ഇപ്പോഴാണ്, ജീബർ മനം നിറയെ, ദേഖി കണ്ടു, പക്കി സുൻഹലി ഫസ്ലേ വിളഞ്ഞു പാകമായ പൊന്നിറമുള്ള വിളകൾ, മുസ്കാൻ പുഞ്ചിരി, സുൻ പായ കേൾക്കാൻ കഴിഞ്ഞു, ധാൻ കൂർത്തി നെല്ല് കുത്തുന്ന, കിഷോരിയാം കൗമാരക്കാരിയായ പെൺകുട്ടികൾ, കോകിൽ കണ്ടി ധാൻ കുയിലിന്റെ ശബ്ദം പോലെയുള്ള ഗാനാലാപം, അഗഡ്ഡി ഒറ്റയടിപ്പാത, ചന്ദൻ വർണ്ണ ധൂൽ ചന്ദന നിറമുള്ള മണ്ണ്, സൂങ് പായ മണക്കാൻ കഴിഞ്ഞു, മൗലസിരി ഇലഞ്ഞിമരം, ഢേർ ഢേർ കൂട്ടമായി, താസെ ടക്കെ ഫൂൽ പുതിയതും സുഗന്ധമുള്ളതുമായ പൂക്കൾ, ചൂ പായ തൊട്ടറിയാൻ കഴിഞ്ഞു, താൽ മഖാന താമരയുടെ കുരു, ഖന്നെ ചൂസെ കരിമ്പ് ചവച്ചരച്ചു കുടിച്ചു, ചക് പായ രുചിച്ചറിയാൻ കഴിഞ്ഞു, രൂപാന്തർ രൂപമാറ്റം, ഗന്ധ് രൂപ് രസ ശബ്ദം സ്പർശ് മണം രൂപം രുചി ശബ്ദം സ്പർശം, സബ് സാത് സാത് എല്ലാം ഒന്നിച്ച്. അങ്ങനെ ഈ കവിത ഇവിടെ കഴിയുകയാണ്. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിന്റെ എക്സസൈസ് നമുക്ക് നോക്കാം. അത് പാർട്ട് 2 വീഡിയോ ആയി ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.